So hello everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്നാണ്. ആ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ചാപ്റ്റർ നമുക്ക് ഏത് വഴി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടെക്സ്റ്റിലുള്ള പ്രോബ്ലം വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ. For first question, there are 100 beads in a box. അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ്സ് ഉണ്ട്. There are 100 beads black and white in a box. 10 more black than white. How many black and how many white? So question ഇതാണ്. ഒരു ബോക്സിൽ 100 ബീഡ്സ് ഉണ്ട്. അതിൽ ബ്ലാക്ക് ബീഡ്സും ഉണ്ട്, അതേപോലെ വൈറ്റ് ബീഡ്സും ഉണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഹിൻഡ് അല്ലെ കണ്ടീഷൻ എന്ന് പറയുന്നത് 10 ബ്ലാക്ക് ബീഡ് അധികമാണ്, വൈറ്റിനിങ്കാട്ടിൽ അധികമായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി എത്ര ബ്ലാക്ക് ബീഡ് ഉണ്ട് എത്ര വൈറ്റ് ബീഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. സോ നമുക്കിങ്ങനെ കണ്ടുപിടിക്കണം. ഒരു ബോക്സ്, ആ ബോക്സിൽ ടോട്ടൽ 100 ഉണ്ട്, 100 ബീഡ്സ് ഉണ്ട്. ഇനി തന്നിട്ടുള്ളത് ഇപ്പം വൈറ്റ് ബീഡ്. ഞാൻ വൈറ്റ് ബീഡിന് ഞാൻ എക്സ് കൊടുത്തു. വൈറ്റ് ബീഡ് എക്സ് കൊടുക്കുകയാണെങ്കിൽ വൈറ്റ് ബീഡ് ലെറ്റ് white bead equal to x, black bead equal to എന്താണ് 10 അധികമല്ലേ, അപ്പം x പ്ലസ് 10. എക്സ് പ്ലസ് 10 നമുക്കെന്ത് പറയാം, ഇത് അതായത് വൈറ്റ് ബീഡും ബ്ലാക്ക് ബീഡും ചേർന്നാലാണ് ആര് വരുന്നത്, ഈ 100 ടോട്ടൽ 100 ബീഡ്സ് ഉള്ളത്. സോ വി ക്യാൻ റൈറ്റ് x plus 10 equal to 100. ഇതിൽ എക്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബീഡിൻ്റെ എണ്ണം, എക്സ് പ്ലസ് 10 എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബീഡിൻ്റെ എണ്ണം. ഇവിടെ ബ്ലാക്ക് ബീഡ് വൈറ്റ് ബീഡിനെയും കാട്ടിൽ 10 എണ്ണം അധികം ഉള്ളതുകൊണ്ടാണ് എക്സ് പ്ലസ് 10 എന്ന് എടുത്തത്. സോ എക്സ് പ്ലസ് 10 ഈക്വൽ ടു 100. നമുക്ക് ഇതെങ്ങനെ എഴുതാം, എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 10 ഈക്വൽ ടു 100. എഡീഷൻ ആയതുകൊണ്ട് വേറെ പണിയൊന്നുമില്ല. സോ 2x എന്ന് പറയുന്നത് 100 മൈനസ് 10, എക്സ് എന്ന് പറയുന്നത് 2x ഈക്വൽ ടു 90, എക്സ് ഈക്വൽ ടു 45. സോ നോക്കിയതാം, therefore number of white beads equal to 45, number of black beads equal to ഇതിനാണ് x plus 10 ഈക്വൽ, x എന്ന് പറഞ്ഞാൽ 45, therefore 45 plus 10 that is equal to 55. So this is the answer. ഇത് വേറൊരു മെത്തേഡ് വഴിയും ചെയ്യാം. ദാറ്റ് ഈസ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പോലെയാണെങ്കിൽ എന്താണ്, ബ്ലാക്ക് ബീഡിൻ്റെ എണ്ണം നമ്മൾ എക്സ് ആക്കിയിട്ട് എടുക്കുന്നു. അതേപോലെ വൈറ്റ് ബീഡിൻ്റെ എണ്ണം നമ്മൾ എന്തെടുക്കുന്നു, ബ്ലാക്ക് ബീഡിൻ്റെ എണ്ണം എക്സ് ആയി എടുക്കുമ്പോൾ വൈറ്റ് ബീഡിൻ്റെ എണ്ണം എക്സ് മൈനസ് 10. വൈറ്റ് ബീഡ് ബ്ലാക്ക് ബീഡിനെ കാട്ടിൽ 10 എണ്ണം കുറവല്ലേ, അപ്പം എക്സും എക്സ് മൈനസ് 10. സോ എക്സ് പ്ലസ് എക്സ് മൈനസ് 10 എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ആയിട്ടുള്ള 100 ആണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ മെത്തേഡ് ഒന്നുമില്ല. അപ്പം 2x മൈനസ് 10 ഈക്വൽ ടു 100. ഇവിടെ നമ്മൾ എക്സ് ബ്ലാക്ക് ബീഡിനെ എടുത്തുകൊണ്ട് നമുക്ക് 55 കിട്ടി, വൈറ്റ് ബീഡിൻ്റെ എണ്ണം 45 കിട്ടി. ഏത് മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം. സോ ഇത് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് ടേബിൾ ആൻഡ് ചെയർ ഈസ് 11,000 rupees. ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ആൻഡ് 4 ചെയർ ഈസ് 14,000 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ദാറ്റ് ഈസ് എന്താ പറയുന്നത്, ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും പൈസ എന്ന് പറയുന്നത് 11,000 rupees. ഇനി അതേപോലെ ഒരു ടേബിളിൻ്റെയും 4 ചെയറിൻ്റെ പൈസ എന്ന് പറയുന്നത് 14,000 rupees. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയും അതായത് ചെയറിൻ്റെയും ടേബിളിൻ്റെയും പൈസ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. സോ നമുക്ക് ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ദ പ്രൈസ് ഓഫ് എ ചെയർ, ഒരു ചെയറിൻ്റെയും ഒരു ടേബിളിൻ്റെയും പൈസ എന്ന് പറഞ്ഞാൽ 11,000 rupees. അതേപോലെ തന്നെ ഒരു ടേബിളിൻ്റെയും 4 ചെയറിൻ്റെയും പൈസ എന്ന് പറയുന്നത് 14,000 rupees.
അപ്പോൾ നമുക്ക് ഒരു ചെയറിൻ്റെ പൈസയും അതേപോലെ ഒരു ടേബിളിൻ്റെ പൈസയും നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്ക് എന്തെടുക്കാം, ടേബിൾ നമ്മൾ y ആയിട്ട് എടുക്കുന്നു. ലെറ്റ് ടേബിൾ ഈക്വൽ ടു y, ചെയർ ഈക്വൽ ടു x. ഓക്കെ, പ്രൈസ് ഓഫ് ടേബിൾ എന്ന് പറയുന്നത് വൈയും പ്രൈസ് ഓഫ് ചെയർ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ എന്താ പറയാം, ഫസ്റ്റ് ഇക്വേഷൻ പ്രകാരം ദാറ്റ് ഈസ് ഒരു പ്രൈസ് ഓഫ് 1 ചെയർ ആൻഡ് 1 ടേബിൾ ഈക്വൽ ടു 11,000. ഓക്കെ, ആൻഡ് എന്താണ് പ്രൈസ് ഓഫ് 1 ടേബിൾ ആൻഡ് 4 ചെയർ ഈക്വൽ ടു 14,000. നമുക്ക് 2 ഇക്വേഷനായിട്ട് എടുക്കാം. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. സോ ജസ്റ്റ് നോക്കുക, ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുന്നു, ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുന്നു. അതെടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് രണ്ടും തമ്മിലൊന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സോ എന്താ എഴുതാം, ദാറ്റ് ഈസ്, ശ്രദ്ധിക്കുക, 4x + y 14,000 minus x + y equal to 11,000. ഇത് രണ്ടും നമ്മൾ എന്താണ് മൈനസ് ചെയ്യുമ്പോൾ, സബ്ട്രാക്ട് ചെയ്യുമ്പം 4x - x എന്ന് പറഞ്ഞാൽ 3x ആണ്, y - y 0y, ദെൻ 14,000 - 11,000 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, 3,000 ആണ്. Therefore x equal to 3,000 divided by 3, which is equal to 1,000. Then therefore price of a chair equal to x, which is equal to 10,000 rupees, and price of a table equal to എന്താണ് y ആണ്. ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എഴുതാം, ദാറ്റ് ഈസ് ടോട്ടൽ നമുക്ക് x + y എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, x + y എന്ന് പറയുന്നത് 14,000 x + y എന്ന് പറയുന്നത് 11,000 ഈക്വലാണ്. 11,000 ഈക്വലാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 1,000. അപ്പോൾ y ഈക്വൽ ടു 11,000 - 1,000 is equal to 10,000. Equal to 10,000 rupees. So this is the answer. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് എ ചെയർ. ഒരു ചെയറിൻ്റെയും ഒരു ടേബിളിൻ്റെയും പൈസ 11,000 rupees. അതേപോലെ ഒരു ടേബിളിൻ്റെയും 4 ചെയറിൻ്റെയും പൈസ എന്ന് പറയുന്നത് എത്രയാണ്, 14,000 rupees ആണ്. ഇപ്പോൾ ടേബിളിന് നമ്മൾ y ആയിട്ട് എടുത്തു, ചെയറിന് നമ്മൾ x ആക്കി എടുത്തു. x + y എന്ന് പറഞ്ഞാൽ 11,000 ആണ്, 4x + y എന്ന് പറഞ്ഞാൽ 14,000 ആണ്. രണ്ടും നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, x എന്ന് പറയുന്നത് 3,000/3, ദാറ്റ് ഈസ് 1,000 ആണ്. അപ്പോൾ പ്രൈസ് ഓഫ് ചെയർ എന്ന് പറഞ്ഞാൽ x 1,000 ആണ്. ഇനി x + y എന്ന് പറഞ്ഞാൽ 11,000 ആണ്. x നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് 1,000. അപ്പോൾ നമ്മൾ 1,000 അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. y ഈക്വൽ ടു 11,000 - 1,000. അപ്പോൾ എന്ത് കിട്ടി, 10,000 കിട്ടി. സോ പ്രൈസ് ഓഫ് ടേബിൾ എന്ന് പറയുന്നത് 10,000 ആണ്.